നമ്മുടെ അനിയന്മാർ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാർ അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ പലരും 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇനി മുന്നോട്ട് എന്ത് പഠിക്കും, എന്ത് കോഴ്സ് ചൂസ് ചെയ്യും എന്നറിയാതെ ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു ടഫായിട്ടുള്ള മൊമെൻറ്റിലായിരിക്കും പലരും ഉണ്ടാവുക. കാരണം KG1 മുതൽ +2 വരെ ഒരു ഫ്ലോയിൽ വന്നതായിരിക്കും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചില ആളുകൾ കോഴ്സ് ചൂസ് ചെയ്യുക, ഒന്ന് ആ ഫ്ലോയിൽ അങ്ങ് പോവും, +2 കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകുന്നവരുണ്ടാവാം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് എല്ലാ കോഴ്സിനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്നിട്ട് എവിടെയാണോ കിട്ടുന്ന കോഴ്സിന് പോകുന്നവരുണ്ടാവാം, താല്പര്യം ഉണ്ടായിട്ട് താല്പര്യം ഇല്ലാതെ. മൂന്നാമത്തെ കാറ്റഗറി ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇന്ന കോഴ്സ് പഠിക്കണം, ആ കോഴ്സ് ചൂസ് ചെയ്ത് പോകുന്നവരുണ്ടാകാം. നാലാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസിൻ്റെ നിർബന്ധപ്രകാരം കോഴ്സ് തിരഞ്ഞെടുക്കുന്നവരുണ്ടാകാം. നമ്മുടെ കുടുംബത്തിലോ നാട്ടിലോ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരെ കണ്ടിട്ട് നീയും ആ കോഴ്സ് പഠിച്ചിട്ട് നമ്മുടെ മക്കളും അതുപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന പാരൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ പ്രസ്റ്റീജിയസ് ഇഷ്യൂ കാരണം കുടുംബത്തിൽ ഇന്ന ആളെ മോന് ഡോക്ടറാണ്, ഇന്ന ആളെ മോള് ഡോക്ടറാണ്, നീയും ഡോക്ടർ ആവണം, പ്രസ്റ്റീജിയസ് ഇഷ്യൂ കാരണം MBBSന് അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് കൊണ്ടുപോയി ചേർത്തുന്ന പാരൻസ് ഉണ്ടാവാം. പക്ഷേ കുട്ടികൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ക്യാഷും പോവും, ഈ സമയം പോവും. കുട്ടികൾ അണ്ടർ പ്രഷറായിട്ട് വല്ല ഡ്രഗ്സിനോ കാര്യങ്ങൾക്കൊക്കെ അടിമപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഡെസിഷൻ എടുക്കേണ്ടത് 10ാം ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികളിൽ ഈ ഡെസിഷൻ +2 കഴിഞ്ഞിട്ട് അവരുടെ ഫ്യൂച്ചർ എന്താവണം എന്നുള്ള ഒരു ഡെസിഷൻ ആ സമയം തന്നെ അവരെടുത്തിരിക്കണം. അതിനുള്ള മോട്ടിവേഷൻ നമ്മൾ പാരൻസ് കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പം ഒരു ഡെസിഷൻ എടുക്കാൻ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ പോയിന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു പേപ്പർ എടുക്കുക, അതിന് 4 പോർഷനാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഒന്നാമത്തെ പോർഷനിൽ വാട്ട് യു ലവ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്പർ ഓഫ് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാകും. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, പൊളിറ്റിക്സ് ഇഷ്ടമുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ ആക്ടിങ്, അല്ലെങ്കിൽ ഡാൻസിങ്, അല്ലെങ്കിൽ റിപ്പയറിങ്, മെക്കാനിക്, പല കാര്യങ്ങൾ ചിലർക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളുണ്ടാവും. വാട്ട് യു ലവ് നമ്പർ ഓഫ് പോയിൻ്റ് ഉണ്ടാവും അതിനകത്ത്, അത് നിങ്ങൾ എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ വാട്ട് യു ഗുഡ് അറ്റ്, ആ കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ എന്തിലാണ് എക്സ്പേർട്ട്. നിങ്ങൾ കുക്കിങ്ങിൽ എക്സ്പേർട്ടാണോ, മെക്കാനിക്കിൽ എക്സ്പേർട്ടാണോ. അങ്ങനെ ചെറുപ്പം മുതലേ ടോയ്സും കാര്യങ്ങളൊക്കെ കിട്ടി കാറ് സൈക്കിളൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ റിപ്പയർ ചെയ്തിട്ട് നല്ല വൃത്തിക്ക് അതിനെ അൾട്ടർ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതിൽ ഭയങ്കര താല്പര്യമുള്ളവർ. ചില ആളുകൾക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. മൂന്നാമത്തെ കോളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻ്റ്ലി ഈ വേൾഡിൽ ഹൈ സാലറി ഉള്ള ജോബ് കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. എൻജിനീയറിങ്, ഡോക്ടേഴ്സ്, അതുപോലെ IT ഫീൽഡ്, കണ്ടൻറ് ക്രിയേറ്റർ, അതുപോലെ ടീച്ചിങ്, നിങ്ങൾക്ക് എല്ലാ ജോബും ഹൈ പേ ചെയ്യുന്ന ജോബ് ഏതൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതുക. നാലാമത്തെ കോളം നിങ്ങൾക്ക് കുറച്ച് ടഫായിരിക്കും. വാട്ട് വേൾഡ് നീഡ് ഫ്രം യു, നിങ്ങളിൽ നിന്നും ഈ ലോകം എന്താണ് ആഗ്രഹിക്കുന്നുള്ളത് എന്ന് നിങ്ങൾ എഴുതുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ 4 കോളം തമ്മിൽ നിങ്ങൾ മാക്സിമം ഇൻ്റർകണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഈ പോയിന്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്രകാരം നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ജോലി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വർക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങളിഷ്ടപ്പെടുന്ന ഒരു ജോലി, നിങ്ങളിഷ്ടപ്പെടുന്ന ഒരു ഫീൽഡിൽ, നിങ്ങൾ പഠിച്ചൊരു ഫീൽഡിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, നിങ്ങൾ ഹെൽത്തിയർ, വെൽത്തിയർ ആൻഡ് ഹാപ്പി പേഴ്സൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 4 കാറ്റഗറിക്കകത്ത് എല്ലാ പോയിൻറ്റ്സും എഴുതി നമ്പർ ഓഫ് പോയിൻറ്റ്സ് എഴുതി നമ്മളത് ഇൻ്റർകണക്ട് ചെയ്ത് ഈ 4 കോളംസിലും അല്ലെങ്കിൽ ഈ 4 കാറ്റഗറിയിലുള്ള പോയിൻറ്റ്സും ഇൻ്റർകണക്ട് ചെയ്തിട്ട് നമുക്കൊരു കോഴ്സോ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഫഷനോ തിരഞ്ഞെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പോയിൻറ്റിന് പറയുന്ന പേരാണ് ഇക്കിഗായ് എന്നുള്ളത്. ഇക്കിഗായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജപ്പാനീസ് ടേംസ് ആണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ബീയിങ്. ഇക്കിഗായ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മൾ ഹെൽത്തി ആയിരിക്കും, അതുപോലെ തന്നെ നമ്മൾ വെൽത്തി ആയിരിക്കും. നമുക്കതുകൊണ്ട് സാലറി കാര്യങ്ങളൊക്കെ കിട്ടി ഹാപ്പി, ഹെൽത്തി ആൻഡ് വെൽത്തി
ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് മറ്റ് കുറച്ച് വേർഡ്സ് ഞാൻ പറയുന്നത്, മിഷൻ എന്നുള്ളൊരു വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ചെയ്യുക. അതിൽ നിന്ന് നമ്മളതിനകത്ത് എക്സ്പേർട്ടല്ല, നമുക്ക് അതിനകത്തുനിന്ന് ഇൻകം ഒന്നും കിട്ടുന്നില്ല. അതിനെ പറയുന്ന ആ പോയിന്റിനെ പറയുന്നതാണ് മിഷൻ എന്നുള്ളത്. പല ആളുകളും ചാരിറ്റി പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം. കാരണം അവരങ്ങോട്ട് സ്പെൻഡ് ചെയ്യല്ലാതെ അവർക്ക് അതിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം, അതിന് നമ്മൾ എക്സ്പേർട്ടാണ്. ഇപ്പോൾ ചിലർക്ക് പാട്ട് പാടുന്നത്, ചിലർക്ക് ചിത്രം വരക്കുന്നത്, അതിനകത്ത് നിന്ന് അവർക്ക് ചിലപ്പം ഇൻകം കാര്യങ്ങളൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ അത് അവരുടെ പാഷനാണ്. പ്രൊഫഷൻ അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്നത് നമ്മൾ ഗുഡായിട്ട് നമ്മൾ പഠിച്ചിട്ടൊരു കാര്യത്തിൽ നമ്മൾ എക്സ്പേർട്ടായി, പക്ഷേ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല, പക്ഷെ നമുക്കതിൽ നിന്ന് സാലറിയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫീൽഡ്, ഈ ഒരു കാറ്റഗറിയിലായിരിക്കും 90% ആളുകളും. അതായത് അവർ എക്സ്പേർട്ടായിരിക്കും, പക്ഷെ അവർ ആ ജോലി ചെയ്യാൻ ഇഷ്ടം ഒന്നും ഉണ്ടാവത്തില്ല, പക്ഷെ അവർക്ക് അതിൽ നിന്ന് നല്ല സാലറി കിട്ടുന്നുണ്ടാവും. അതിന് പ്രൊഫഷൻ അല്ലെങ്കിൽ ജോബ് കാര്യങ്ങൾ നമ്മൾ പറയും. പിന്നെ വർക്ക് കാറ്റഗറിയിൽ വരുന്നതാണ് ജസ്റ്റ് സാലറി മാത്രം കിട്ടുക, ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അതിന് എക്സ്പേർട്ടും അല്ല, പിന്നെ വേൾഡിന് വല്ല ബെനിഫിറ്റും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് പൈസക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് വർക്ക്. നമുക്ക് ലേബേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കാറ്റഗറിയിൽ കാണാൻ പറ്റും. അപ്പം നമുക്ക് ഈ 4 കാറ്റഗറിയും ഇൻ്റർകണക്ട് ചെയ്തിട്ട് നമുക്കൊരു ജോബ് അല്ലെങ്കിൽ ഒരു ഡെസിഷൻ അല്ലെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ.